ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ മൈസൂർ വ്ളോഗാണെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. അപ്പോൾ ഞങ്ങൾ മോളുടെ എക്സാം MDSൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് മൈസൂർക്ക് മെയ് മാസത്തിൽ പോയിരുന്നു കേട്ടോ. ഒരു മാസത്തോളമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇടാൻ ലേറ്റായതാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ മൈസൂരെത്തി. അവിടുത്തെ ഹോട്ടലിൻ്റെ എൻട്രൻസാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഹോട്ടൽ തന്നെ ആയിരുന്നു. നല്ല അടിപൊളി, നല്ല എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഹോട്ടൽ. ഓൺലൈനിൽ ബുക്ക് ചെയ്തതായിരുന്നു മോള്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയ ഉടനെ തന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു റൂമിലേക്ക് പോയിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഉത്തപ്പുണ്ടായിരുന്നു, ഉപ്പുമാവുണ്ടായിരുന്നു, ഇഡ്ഡലി ഉണ്ട്, വട ഉണ്ട്. അങ്ങനെ വളരെ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അത് നമ്മൾക്ക് ഇതിൻ്റെ ഒരു ദിവസത്തെ വാടകയിൽ പെടുന്നതായിരുന്നു പിറ്റേ ദിവസം ഉള്ളത് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഉള്ളതല്ല. ഇപ്പോൾ നമ്മൾ കാശ് കൊടുത്തിട്ട് തന്നെ. പക്ഷേ പിറ്റേ ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, എന്ത് വേണമെങ്കിലും കഴിക്കാം എന്നുള്ള രീതിയിലുള്ള തന്നെ ആയിരുന്നു. അപ്പം എന്താ പറയുക, നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റൂമിലെത്തി. നല്ല അടുത്തടുത്തുള്ള 2 റൂമുകളായിരുന്നു കേട്ടോ. അപ്പോൾ മുന്നേ കണ്ടില്ലേ, തൊട്ടടുത്തുള്ള 2 റൂമുകളായിരുന്നു. എല്ലാ സൗകര്യങ്ങളോടും കൂടി നല്ല ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുകൾ തന്നെയായിരുന്നു. കണ്ടില്ലേ, പുറത്തേക്കുള്ള കാഴ്ചകളും ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും മൈസൂരൊക്കെ പോകുമ്പോൾ ഇവിടെയൊക്കെ റൂം എടുത്താൽ നല്ലതാട്ടോ. ഹോട്ടൽ ട്രീബോ കംഫർട്ട് എന്നായിരുന്നു പേര്. അപ്പോൾ പുറത്തേക്കൊക്കെ നല്ല ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. പുറത്തൊക്കെ നല്ല വ്യൂ ഒക്കെ ആയിട്ട് നല്ലതായിരുന്നു. പിന്നെ ഫുഡും എല്ലാം താഴെ ഉണ്ട്. അപ്പം അതും ഒരു സൗകര്യം തന്നെയാണ്. നമുക്ക് താഴെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെയായിരുന്നു കഴിച്ചിരുന്നത്. നല്ല ഫുഡും ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഡിന്നറും എല്ലാം അവിടെ നിന്ന് തന്നെയായിരുന്നു കഴിച്ചത്. ലഞ്ച് പിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു കേട്ടോ. ചപ്പാത്തിയും പനീറിൻ്റെ എന്താ പറയുക, ഒരു ബുർജി എന്ന് പറയും, റോളാക്കിയിട്ട് കൊണ്ടുപോയിരുന്നു. കാരണം മോൾക്ക് എക്സാം ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് അങ്ങനെ ഫുഡൊന്നും റെസ്റ്റോറൻറ്റിൽ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ എളുപ്പത്തിനുള്ള എന്തെങ്കിലും ഉണ്ടാക്കണം അമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നു. കുട്ടികൾക്ക് എക്സാമിൻ്റെ ടെൻഷനിലൊന്നും കഴിച്ചാൽ പോവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയാൽ പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാമല്ലോ. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ പോവുക കേട്ടോ. മോള് എക്സാമൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് മൈസൂർ പാലസിൽ പോയിട്ട് അവിടെ ഷോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ലൈറ്റ് ഷോ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും പുറത്ത് നോക്കിയാലുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് അതാ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ പോലെയാണ് തോന്നുന്നത്. ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ. പകൽ സമയത്തൊക്കെ നല്ല ചൂടാണ്. പകലെ എങ്ങോട്ടും ഇറങ്ങിയില്ല. മോളെ എക്സാമിന് പോയതായിരുന്നു. അപ്പോൾ പിന്നെ മോളെ എക്സാം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ പറ്റുള്ളൂ. അവളെ MDSൻ്റെ എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പിന്നെ ഏതായാലും വന്നല്ലേ. അപ്പോൾ ഇന്നിവിടെ നിന്നിട്ട് നാളെ പോവാമെന്ന് കരുതിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഇത് വീഡിയോ. ഹായ്. അപ്പോൾ ഞങ്ങളിതാ മൈസൂർ പാലസിലേക്കൊക്കെ ഒന്ന് പോവാണ്. അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പാണ്. പോയിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ റിസപ്ഷൻ പോർഷനാണ് ഇത്. അപ്പോൾ ഇവിടെ നല്ല വിശാലമായ ഏരിയ തന്നെയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാനൊക്കെ. അവിടെ ഇത് അക്വേറിയമൊക്കെ വെച്ച് ചെറുതായിട്ടൊരു ഗ്രീനറിയാണ്. നല്ല പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടല്ലേ,
നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റൂമും ഉണ്ടായിരുന്നു. ഒരു മൈസൂർ സിൽക്കിൻ്റെ ഒരു ചെറിയൊരു റൂമുണ്ട്. അവിടെ ടോപ്പും കുർത്തീസ് സാരിയൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഷോപ്പിങ്ങൊക്കെ ചെയ്തു. പിന്നെ പോരുന്നതിന് മുന്നേ ആയിട്ട് കേട്ടോ. അപ്പം ഇതാ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ നിന്നിരുന്നത്. നല്ല ഏരിയ ആയിരുന്നു. ഒരു ശാന്തമായിട്ടുള്ള ഏരിയ എന്ന് തന്നെ പറയാം. കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ വന്നപ്പോൾ എടുക്കാൻ മറന്നുപോയി ഇത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ എടുത്തതാണ് കേട്ടോ. ഞങ്ങൾ മെയിലാണല്ലോ പോയത്. അപ്പോൾ മെയിൽ നല്ല ചൂടായിരുന്നു. അവിടെ നല്ല ചുട്ടുപൊള്ളുന്ന ചൂടാണ് കേട്ടോ. പകൽ ബാംഗ്ലൂരത്തെ പോലെയല്ല, അവിടെ വേറൊരു ക്ലൈമറ്റാണ് മൈസൂരുണ്ടായിരുന്നത്. ഇവിടെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്കത് നല്ലോണം ബാധിച്ചു കേട്ടോ. പകലൊന്നും ഇങ്ങോട്ടും പുറത്തിറങ്ങാൻ തന്നെ വയ്യാത്ത പോലെയായിരുന്നു. അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടിപ്പോൾ ഇടാൻ കുറച്ച് ലേറ്റായതാണ് വീഡിയോ. ഇതാ ഇവിടെ മൈസൂർ പാലസിൽ ഞങ്ങൾ സന്ധ്യ ആയപ്പോഴാണ് എത്തിയത്. അവിടെ നിന്നൊരു ടാക്സിയൊക്കെ പിടിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ. അന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, അന്ന് ശനിയാഴ്ച ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയെന്ന്. അപ്പോൾ പിന്നെ തിരക്ക് കൊണ്ട് ഞങ്ങളിങ്ങനെ ലൈനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓരോ സമയത്തും ഓരോ ലാംഗ്വേജാണെന്ന് തോന്നുന്നു. ഞങ്ങൾ എന്തായാലും ചെന്നപ്പോഴത്തേക്ക് നമുക്ക് ഇംഗ്ലീഷ്, ഹിന്ദി അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഷോ കന്നഡയായിരുന്നു. കന്നഡയിലായിരുന്നു എല്ലാം പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഓരോ സമയം ഉണ്ടെന്ന് തോന്നുന്നു, ഇംഗ്ലീഷിനും ഹിന്ദിക്കും എല്ലാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്നില്ലേ, അപ്പോൾ ഇനി ഷോ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. പിന്നെ അവിടെ ഇത് തന്നെ ലൈറ്റ് ഷോ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വളരെ രസകരമായിട്ട് തന്നെയായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അതുപോലെ തന്നെയായിരുന്നു. പിന്നെ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല, കന്നഡയിലായതുകൊണ്ട് തന്നെ പിന്നെ അത് ഞാൻ ഇവിടെ വെക്കുന്നില്ല. രസമുണ്ടായിരുന്നു. നിറയെ ആളുകളായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു ലൈറ്റ് ഷോ കാണാനായിട്ട്. അപ്പോൾ ഇതാ അങ്ങനെ ലൈറ്റ് ഷോ അവസാനിച്ചു. ഇപ്പോൾ ഇതാ എല്ലാവരും പോകാനായിട്ട് എണീക്കുക. ഇതാ ലാസ്റ്റിൽ ഇതുപോലെയാണ് കേട്ടോ ലൈറ്റെല്ലാം കത്തി നിൽക്കുന്ന. നല്ല ഭംഗിയുണ്ട്, നേരിട്ട് കാണാനാണ് നല്ല രസം. ഏ ദിവസം ഞായറാഴ്ചയായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ ചാമുണ്ഡി ദേവിയുടെ അമ്പലത്തിലേക്കാണ്, മന്ദിറിലേക്കാണ് പോയത്. അപ്പോൾ ചാമുണ്ഡി ദേവിയുടെ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് കേട്ടത്. അപ്പം എന്താ പറയുക, രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം തിരക്കില്ലാതെ തൊഴുതിറങ്ങാൻ പറ്റുമെന്ന് കരുതിയിട്ട് 7 മണിയൊക്കെ ആയപ്പോൾ പോയിട്ടോ ഞങ്ങൾ. അപ്പോൾ തന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത് തന്നെ. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ നല്ല പോലെ തിരക്കായിട്ട് നമുക്ക് ലൈനിലൊന്നും നിന്നാൽ പോലും നമുക്ക് തിരക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. പെട്ടെന്ന് എന്താ പറയുക, പല രീതിയിലുള്ള ടിക്കറ്റും ഉണ്ട് അവിടെ. 200 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്, 1000 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്. ഓരോരുത്തർക്കും 1000 രൂപ വെച്ചും പിന്നെ ഡയറക്റ്റ് എൻട്രി ആയിട്ട് വേറെ പല പല ടിക്കറ്റുകളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ 200 രൂപയുടെ 4 ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ അതിന് കുറച്ച് ലൈനിൽ നിന്നാൽ മതി. പിന്നെ വേറെ 50 രൂപയുടെ വേറെ ഉണ്ട്, പിന്നെ ഡയറക്റ്റ് എൻട്രിക്ക് വേറെ ഉണ്ട്. അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല, അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്.
ഞങ്ങളൊരു 5-6 വർഷം മുൻപ് പോയിരുന്നു. പക്ഷേ അന്നൊന്നും ഇതുപോലെ ഉള്ള രീതികളൊന്നും ആയിരുന്നില്ല എന്ന് തോന്നുന്നു. വേറെ എന്താ പറയുക, അന്ന് തിരക്കില്ലാഞ്ഞിട്ടോ എന്തോ അറിയില്ല. അന്ന് ഞങ്ങൾക്ക് പെട്ടെന്നെല്ലാം കണ്ടു പോവാൻ സാധിച്ചു. പക്ഷേ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും പെട്ടെന്ന് നേരത്തെ പോയത് കൊണ്ട് തന്നെ വേഗം തൊഴുതെല്ലാം ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ ചാമുണ്ഡി ദേവിയുടെ അമ്പലത്തിലെത്തി. ഇതാ പാർക്കിങ്ങിൻ്റെ ഏരിയയാണ്. പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കടകളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തിയല്ലോ, 7:30 ആകുമ്പോഴേക്കും അവിടെ എത്തി. അപ്പോൾ വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ലപോലെ. അപ്പം ഇവിടെ ആളുകളും ഇങ്ങനെ നല്ലപോലെ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കാണ് നല്ല തിരക്കായിട്ടോ. നമ്മുടെ പൂജയ്ക്കുള്ള പൂവ് മേടിക്കുകയാണ്. അപ്പോൾ ചെരുപ്പെല്ലാം നമുക്ക് ഇവിടെ ഒക്കെ വെച്ചിട്ട് പോകാം കേട്ടോ. വേറെ സ്ഥലങ്ങളിലും ഒക്കെ വയ്ക്കാം, അമ്പലത്തിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട. അങ്ങനെ ഞങ്ങൾ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ആദ്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എത്ര രൂപയുടെ ടിക്കറ്റാണ് എടുക്കേണ്ടതെന്നൊന്നും. അവിടെ സെക്യൂരിറ്റി പറഞ്ഞപ്പോഴാണ് നമുക്ക് അറിയുന്നത്. ഇത്ര സ്ഥലത്ത്, ചില സ്ഥലത്ത് 50 രൂപയുടെ ടിക്കറ്റ്, അവിടെ വളരെ വലിയ ലൈനാണ്. ചില സ്ഥലത്ത് 200 രൂപ, ചില സ്ഥലത്ത് 1000 രൂപ, അങ്ങനെ പലതും പലതും ഉണ്ട് കേട്ടോ. 200 രൂപയുടെ ടിക്കറ്റ് 4 പേർക്കും മേടിച്ചിട്ട് ഞങ്ങൾ ലൈനിൽ നിന്നു. ആ ലൈനിൽ പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു. വളരെ എങ്കിലും കുറച്ച് സമയമൊക്കെ നിന്നു കേട്ടോ. ഒരു 1/2-3 മണിക്കൂറൊക്കെ ലൈനിൽ നിന്നിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും പിന്നെ ആളുകളൊക്കെ പിന്നെയും നല്ല പോലെ വരാൻ തുടങ്ങി. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ തിരിച്ച് വന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടുന്ന് തന്നെ കഴിച്ചു. അപ്പോൾ അതിനു വേണ്ടി ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നല്ല രസമാണ് കഴിച്ചവിടെന്ന്. അതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക്. ഇതാ ഇവിടെ തന്നെ ഒരു ഷോറൂമും ഉണ്ട് കേട്ടോ. നല്ലൊരു മൈസൂർ സിൽക്കിൻ്റെ ഒരു ഷോറൂമും കൂടി ഉണ്ട്. അവിടെ ഇതാ ഡ്രസ്സെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്, അവിടെ കാണുന്നുണ്ട്. അതാണ് മൈസൂർ സിൽക്കിൻ്റെ ഷോറൂം കേട്ടോ. ഇവിടെ ഇതാ കാണുന്നുണ്ടല്ലോ, ഇതാ ഇവിടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിറയെ നല്ല ഭംഗിയുള്ള സാരി, അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. അത്ര ചീപ്പ് റേറ്റ് അല്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ മൈസൂർ സിൽക്കിൻ്റെ കടയിൽ നിന്ന് കുറച്ച് പർച്ചേസൊക്കെ ചെറുതായിട്ട് മക്കൾക്ക് 2-3 ടോപ്പും എനിക്കൊരു ചുരിദാറും ഒക്കെ മേടിച്ചു കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ആളുകൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.